TechPSCയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KFC അസിസ്റ്റന്റ് എക്സാമിനേഷന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വന്നു അതിൻ്റെ സോഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം, ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് വന്നെന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റവന്യൂ റിസീവ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് ഗുഡ്സ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ ഏർണിംഗ് ഡ്യൂറിംഗ് ദ പീരീഡ് ഇൻ വിച്ച് ദ സെയിൽ ഈസ് മെയ്ഡ്, the products are manufactured, the cash is collected, the planning takes place. ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ? എ ആണ് ആൻസർ. വെൻ ദ സെയിൽ ഈസ് മെയ്ഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ. ക്ലിയർ അല്ലേ? യെസ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ കോൺസെപ്റ്റ്സ് ആ ഒരു ഏരിയയിലാണ് നമ്മളിത് പഠിച്ചിട്ടുള്ളത് അല്ലേ? യെസ്. സോ നിങ്ങൾക്ക് ഏത് ബുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കും. NCERTയുടെ അക്കൗണ്ടൻസി ക്ലാസ് 11ൻ്റെ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്താൽ മതി. പാർട്ട് 1ൽ പ്രോപ്പറായിട്ടുണ്ട്. നമ്മുടെ നോട്ട്സിനകത്തും ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ചാപ്റ്റർ 3 ഓഫ് NCERT അക്കൗണ്ടൻസി ക്ലാസ് 11ൽ പറയുന്ന എല്ലാ പോയിൻറ്റ്സും നമ്മുടെ നോട്ട്സിനകത്ത് നമ്മളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ 11ൻ്റെ അക്കൗണ്ടൻസി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? സോ അത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഇതെന്തുമായി ബന്ധപ്പെട്ടതാ? കോൺസെപ്റ്റ്സുമായി ബന്ധപ്പെട്ടതാണ്. ക്ലിയർ അല്ലേ? സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്? റവന്യൂ റെക്കഗ്നിഷനുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അപ്പോൾ നമുക്ക് മനസ്സിലായ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഇൻഡേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ASും ചോദിക്കാം. AS ആൻഡ് ഇൻഡേഴ്സ് ക്വസ്റ്റ്യൻ വരാം. ആൻസർ എന്താണ്? ആൻസർ IAS 18 എന്നുള്ളതാണ്. ഇപ്പോൾ IAS 18 നിലവിലില്ല. അതിന് പകരം IFRS 15 ആണുള്ളത്. സോ നമുക്ക് ഓപ്ഷൻ അതേ തന്നിട്ടുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മൾ IAS 18 ചൂസ് ചെയ്തത്. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. സോ അതിൻ്റെ സോഴ്സും വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. ഇതെല്ലാം നമ്മുടെ എന്താ പറയുന്നത് ആൻസറിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ നോട്ട്സിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ IASും ASും പറ്റുന്ന അത്രയും കാണാതെ പഠിക്കുക. അതിനകത്തുനിന്നും ക്വസ്റ്റ്യൻസ് വരാം. അടുത്തത് കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. വിച്ച് അക്കൗണ്ടിങ് കൺവെൻഷൻ സ്റ്റേറ്റ് ദാറ്റ് അക്കൗണ്ടിങ് പ്രാക്ടീസസ് ഷുഡ് റിമെയിൻ അൺചേഞ്ച് ഫ്രം ടൈം ടു ടൈം. അക്കൗണ്ടിങ് പ്രാക്ടീസസ് കൺസിസ്റ്റൻ്റ് ആയി നിൽക്കണം എന്ന് ഏത് പ്രിൻസിപ്പിളാണ് പറയുന്നത്? കൺസിസ്റ്റൻസി പ്രിൻസിപ്പിളാണ് പറയുന്നത്. അത് ഏതൊരു പെർട്ടിക്കുലർ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ്? അക്കൗണ്ടിങ് കൺവെൻഷൻസ്, പ്രിൻസിപ്പിൾസ്, കോൺസെപ്റ്റ്സ് അതുമായി ബന്ധപ്പെട്ടതാണ്. ക്ലിയർ ആണോ? നിങ്ങൾക്ക് NCERT ക്ലാസ് 11th ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്താൽ മതി ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ. അടുത്തത്, റിപ്പയർ ഇൻക്വയർഡ് ബിഫോർ യൂസിങ് എ സെക്കൻഡ് ഹാൻഡ് വാൻ പർച്ചേസ് റീസെൻ്റ്ലി. അതായത് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വാൻ പർച്ചേസ് ചെയ്തു, അത് നമ്മൾ എന്ത് ചെയ്തു? റിപ്പയറിന് വിധേയമാക്കി. എന്തിനു വേണ്ടി? അത് യൂസബിൾ കണ്ടീഷനിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി. അങ്ങനെയാണെങ്കിൽ ആ റിപ്പയർ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ? നൺ ഓഫ് ദീസ്. ഏതാണ് ഓപ്ഷൻ? ആൻസർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആകുന്നത്? യൂസബിൾ കണ്ടീഷനിലേക്ക് ഒരു അസറ്റിനെ കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടാകുന്ന ചിലവുകൾ ആ അസറ്റിൻ്റെ വാല്യൂവിലേക്ക് ആഡ് ചെയ്യണം, കോസ്റ്റിലേക്ക് ആഡ് ചെയ്യണമെന്നാണ് കോസ്റ്റ് കോൺസെപ്റ്റ് പഠിച്ചിട്ടുള്ളത്. സോ അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് നമ്മൾ കണക്കാക്കും. ക്ലിയർ അല്ലേ? യെസ്. അടുത്തത്, 18% ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്താൽ, പ്രോഫിറ്റിൻ്റെ 18% ഡിവിഡൻഡായി കൊടുക്കാമെന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എത്ര ശതമാനം, അതായത് മിനിമം പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എത്ര ശതമാനമാണ് നമ്മൾ ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പ്രോപ്പറായിട്ട് നമ്മൾ നോട്ട്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആൻസർ 10% എന്നുള്ളതാണ്. കാരണം എന്താണ്? ഗ്രേറ്റർ ദാൻ 10%, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20% ആണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന പെർസെൻറ്റേജ് എങ്കിൽ 10% ഓഫ് പ്രോഫിറ്റ് ജനറൽ റിസർവിലേക്ക് മാറ്റണമെന്നാണ് നിയമം. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ആൻസർ എന്താ? 18% ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. സോ 10% എങ്കിലും മാറ്റിയിരിക്കണം. ഓക്കെ ആണോ? യെസ്. ഓക്കെ. സോ UGC നെറ്റിൻ്റെ കൊമേഴ്സ് ഗൈഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു പെർട്ടിക്കുലർ പോർഷൻ റെഫർ ചെയ്യുന്നതിന് വേണ്ടി. സോ അതിനകത്തും പ്രോപ്പർ എക്സ്പ്ലനേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മളുടെ ഈ ഒരു TechPSCയുടെ കോഴ്സിൻ്റെ ഭാഗമായി വരുന്ന നോട്ടുകളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടതാണ്. സോൾ പ്രൊപ്രൈറ്റർ
അയാൾക്ക് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അതിൻ്റെ മേൽ ഇൻകം ടാക്സ് പേ ചെയ്തു. അതിനെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിൻ്റെ അക്കൗണ്ട്സിൽ എങ്ങനെയായിരിക്കും നമ്മൾ കാണിക്കുക? ക്ലിയർ ആണോ? സോൾ പ്രൊപ്രൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ തന്നെയാണ് ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അയാൾ തന്നെയാണ് ക്യാപിറ്റൽ ഫുള്ളായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, നഷ്ടമുണ്ടെങ്കിൽ ഫുള്ളായി സഹിക്കുന്നത് അയാൾ തന്നെ, ലാഭമുണ്ടെങ്കിൽ ഫുള്ളായി എടുക്കുന്നതും അയാൾ തന്നെ. സോ അയാളെ സംബന്ധിച്ച് അയാളുടെ ഇൻകം റിലേറ്റഡ് ടു ബിസിനസ് എന്ന് പറയുന്നത് ഫേമിൻ്റെ എൻറ്റയർ പ്രോഫിറ്റ്, അത് അയാളുടെ മൊത്തം ഇൻകമായി മാറുന്നു അല്ലേ? ഫേമിൻ്റെ പ്രോഫിറ്റ് അയാളുടെ ടോട്ടൽ ഇൻകം അല്ല, അയാളുടെ ബിസിനസ് ഇൻകമായി മാറുന്നു. സോ അയാൾ അതിൻ്റെ മേൽ എന്ത് ചെയ്യുകയാണ്? ഇൻകം ടാക്സ് പേ ചെയ്യുകയാണ്. ലീഗലി സോൾ ട്രേഡറും സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സും ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്, സെപ്പറേറ്റ് എൻറ്റിറ്റി അല്ല. അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടി മാത്രമാണ് അവരെ സെപ്പറേറ്റ് എൻറ്റിറ്റിയായി നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യും? ഡിഡക്റ്റ് ചെയ്യും ബാലൻസ് ഷീറ്റിൽ. സോൾ പ്രൊപ്രൈറ്റർ ഏതെങ്കിലും രീതിയിൽ ഇൻകം ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ബിസിനസ് ഇൻകത്തിൻ്റെ മേൽ. ക്ലിയർ ആണോ? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അതിനെ എങ്ങനെ നമ്മൾ കണക്കാക്കുന്നത്? സോൾ ട്രേഡർ അയാളുടെ ടാക്സ് പേ ചെയ്യുന്നതിന് വേണ്ടി ഡ്രോ ചെയ്തുകൊണ്ട് പോയെന്ന രീതിയിൽ കണക്കാക്കും, ക്യാപിറ്റലിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അതിൻ്റെയും സോഴ്സ് ക്ലാസ് 11th NCERT അക്കൗണ്ടൻസി ടെക്സ്റ്റ് ബുക്കാണ്, ചാപ്റ്റർ 4 ഫൈനൽ അക്കൗണ്ട്സ്. ഇനി ഷെയർ ഹോൾഡർ ഇനിഷ്യേറ്റീവ് എടുത്ത് ഷെയർ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കാം? ഷെയർ ഹോൾഡർ ഇനിഷ്യേറ്റീവ് എടുത്ത് ഫോർഫീച്ചർ ആണോ, അണ്ടർ റൈറ്റിംഗ് ആണോ, സറണ്ടർ ആണോ, നൺ ഓഫ് ദീസ് ആണോ? ആൻസർ സറണ്ടർ ആണ്. ഫോർഫീച്ചർ അല്ല, ഫോർഫീച്ചർ ഇൻവോളണ്ടറി ആണ്. അതായത് കമ്പനി ഷെയർ ഹോൾഡർ പറഞ്ഞ പേയ്മെൻറ്റ് പേ ചെയ്യാത്തത് കൊണ്ട് ഷെയർ ഹോൾഡർക്ക് കൊടുത്ത ഷെയർ ഫോർഫീറ്റ് ചെയ്യുകയാണ്, ക്യാൻസൽ ചെയ്യുകയാണ്. അത് ഇൻവോളണ്ടറിയാണ്. ഷെയർ ഹോൾഡറുടെ താല്പര്യപ്രകാരമാകണമെന്നില്ല. പക്ഷേ സറണ്ടർ ചെയ്യുന്നത് ഷെയർ ഹോൾഡർ വോളണ്ടറി ചെയ്യുന്നതാണ്. ക്ലിയർ അല്ലേ? യെസ്. ഇപ്പോൾ BComൻ്റെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ടെക്സ്റ്റ് ബുക്കാണ് ഒരു സോഴ്സായിട്ട് അവിടെ സൈറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണോ? യെസ്. ജൂനിയർ അക്കൗണ്ടൻറ്റ് 2018 എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനും കൂടെയാണത്. അടുത്തത്, ദ പ്രോഫിറ്റ് ഓൺ ഡിപ്രീസിയേഷൻ പോളിസി ഈസ് ട്രാൻസ്ഫേർഡ് ടു. ഡിപ്രീസിയേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട പ്രോഫിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? എങ്ങോട്ടേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക്, ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്കായിരിക്കും ക്രെഡിറ്റ് ചെയ്യുന്നത്. ബി ആണ് ആൻസർ. ക്ലിയർ ആണോ? ഇതിൻ്റെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ നമ്മളുടെ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് P&L അക്കൗണ്ടിൽ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ എവിടെ നിന്ന് വന്നു? നമ്മളുടെ ഈ ഒരു സെഷൻ്റെ ഉദ്ദേശം സോഴ്സ് എവിടെ നിന്നാണ്, എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് എന്ന ടോപ്പിക്കിൽ നിന്ന് ഈ ഒരു പെർട്ടിക്കുലർ എക്സാമിനേഷന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? സിലബസ് നോക്കുമ്പോൾ ചിലപ്പോൾ ഇത് കണ്ടെന്ന് വരത്തില്ല, പക്ഷേ സിലബസ് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നില്ല. അവിടെ നിന്ന് കുറച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ക്വസ്റ്റ്യൻസ് മറ്റ് ഏരിയാസിൽ നിന്നും വരുന്നുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണോ? യെസ്. സോ ഈ ഒരു ഏരിയയും ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഡൊണേഷൻ റിസീവ്ഡ് ബൈ എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. ഒരു സ്പെഷ്യൽ പർപ്പസിന് ഡൊണേഷൻ കിട്ടി, ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി. ഫോർ എക്സാമ്പിൾ, ഒരു പെർട്ടിക്കുലർ കോൺഫറൻസ് ഹാള് പണിയുന്നതിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി ഡൊണേഷൻ കിട്ടി. എങ്ങനെ ട്രീറ്റ് ചെയ്യണം? എങ്ങനെ ട്രീറ്റ് ചെയ്യും? അതിനെ എവിടെ കാണിക്കണമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ലൈബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റിൽ കാണിക്കണമെന്ന്. സി ആണ് ആൻസർ. കാരണം സ്പെഷ്യൽ പർപ്പസിന് ഡൊണേഷൻസോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ക്യാപിറ്റലൈസ്. അതിനെ എന്ത് ചെയ്യും? അതിനെ പ്രോപ്പറായിട്ട് ക്യാപിറ്റലൈസ് ചെയ്യുന്നതല്ല, അതിനെ പ്രോപ്പറായിട്ട് ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡിൽ കൊണ്ടുപോയിട്ട് കാണിക്കും. ഷോൺ ഓൺ ദ ലൈബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് അണ്ടിൽ ഇറ്റ് ഈസ് യൂസ് ഫോർ ദാറ്റ് പർപ്പസ്. ആ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നിടം വരെ. ക്ലിയർ അല്ലേ? അക്കൗണ്ടിങ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ചാപ്റ്റർ 1 ഓഫ് NCERT +2 ടെക്സ്റ്റ്. അതാണ് അവിടെ സോഴ്സ് ആയിട്ട് സൈറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണോ? യെസ്. സിലബസിൽ നോക്കിയാൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല, പക്ഷേ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ ആ ഏരിയയെ നമ്മൾ നോക്കണം. ക്ലിയർ ആണോ? യെസ്. അടുത്തത് സിംഗിൾ എൻട്രിയിൽ നിന്നുള്ള ചോദ്യമാണ്. സിംഗിൾ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ട്രാൻസാക്ഷൻ്റെ 2 എഫക്റ്റ് റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല. ഒരിക്കലും സിംഗിൾ എൻട്രിയിൽ നമുക്കൊരു ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. സിംഗിൾ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ഡബിൾ എൻട്രി ആയി മാറ്റണം. അപ്പോൾ സിംഗിൾ എൻട്രിയിൽ കുറേ ഐറ്റംസ് മിസ്സിങ് ആയിരിക്കും. സിംഗിൾ എൻട്രിയിൽ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നില്ല എന്ന് വിചാരിക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കണ്ടേ? ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെ നിന്ന് കിട്ടും? ഓപ്പണിംഗ് സ്റ്റോക്ക് ഏത് അക്കൗണ്ടിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കാറ്? അല്ലെങ്കിൽ ഏത് അക്കൗണ്ടിലാണ് നമ്മൾ എഴുതാറ്? ട്രേഡിംഗ് അക്കൗണ്ടിലാണ്.
അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു മെമ്മോറാൻഡം ട്രേഡിംഗ് അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ചോദ്യം അത് തന്നെയായിരുന്നു. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എന്താണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്? നിങ്ങളൊരു മെമ്മോറാൻഡം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നോക്കും. എന്നിട്ട് അതിൻ്റെ ബാലൻസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഓപ്പണിംഗ് സ്റ്റോക്ക്. ക്ലിയർ ആണോ? യെസ്. ഇനി ഗ്രോസ് പ്രോഫിറ്റാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ അത് നിങ്ങൾക്ക് മെമ്മോറാൻഡം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? യെസ്. അക്കൗണ്ട്സ് ഫോർ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. ക്ലിയർ ആണോ? യെസ്. അക്കൗണ്ടൻസി ടെക്സ്റ്റ് ബുക്കിനകത്ത് ആ ഒരു ചാപ്റ്ററിൽ പ്രോപ്പറായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻസും ഒക്കെ വരുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഇതിൻ്റെ തിയറി കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? യെസ്. അടുത്തത് GP റേഷ്യോയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ക്വസ്റ്റ്യനിൽ പറയുന്നു ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് ഈസ് 20% ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ 20% എന്ത്? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ 20%. ക്ലിയർ ആണോ? ആൻഡ് ദ സെയിൽ ഈസ് 1 lakh. സെയിൽസ് 1 lakh ആണ്. ക്ലിയർ അല്ലേ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ 20% ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ക്ലിയർ ആണോ? സെയിൽസ് 1 lakh ആണ്. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ഗ്രോസ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട്? ആൻസർ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 16,667 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എങ്ങനെ ആൻസർ കിട്ടിയെന്ന് നോക്കാം. ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണെന്നാണ് പറയുന്നത്? 20% ഓൺ കോസ്റ്റ് ആണ്. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ 100 എടുത്തു കഴിഞ്ഞാൽ, ക്ലിയർ അല്ലേ, ദെൻ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ₹20 ആയിരിക്കും അല്ലേ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് 20% ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ 100 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്കിൽ അതിൻ്റെ 20% ₹20 ആയിരിക്കണം ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ സെയിൽസ് എത്രയായിരിക്കും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് പ്രോഫിറ്റ് എന്ന് പറയുന്നതല്ലേ സെയിൽസ്. സോ 100 + 20 120 ആയിരിക്കും സെയിൽസ്. അപ്പോൾ നമുക്ക് എങ്ങനെ GP റേഷ്യോ കണ്ടുപിടിക്കാം? ഗ്രോസ് പ്രോഫിറ്റിൻ്റെ GP റേഷ്യോയിൽ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. ഗ്രോസ് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ഓൺ സെയിൽസ് വിൽ ബി 20 ഡിവൈഡഡ് ബൈ 120. 120 ആണ് ടോട്ടൽ സെയിൽസ്, 20 ആണ് ഗ്രോസ് പ്രോഫിറ്റ്. സോ ഹൗ മച്ച് പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് ഈസ് ഗ്രോസ് പ്രോഫിറ്റ്? 20 ഡിവൈഡ് ബൈ 120 1/6 എന്ന് കിട്ടും. അപ്പോൾ സെയിൽസിൻ്റെ 1/6 ആയിരിക്കും പ്രോഫിറ്റ് എന്ന് നമുക്ക് മനസ്സിലായി. സെയിൽസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 lakh. അപ്പോൾ 1 lakhൻ്റെ 1/6 ആയിരിക്കും പ്രോഫിറ്റ് 16,667. ക്ലിയർ ആണോ? യെസ്. സോ അതും എവിടെ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്? ക്ലാസ് 11 അക്കൗണ്ടൻസി ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ അല്ലേ? സോ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അടുത്തത് ഹയർ പർച്ചേസിൽ നിന്നാണ് ചോദ്യം വന്നത്. അപ്പോൾ ഹയർ പർച്ചേസ് എന്ന് പറയുന്ന ഏരിയ നിങ്ങൾ നോക്കണം. ക്ലിയർ ആണോ? സിലബസിൽ പ്രത്യേകം എടുത്ത് പറയുന്നില്ല ഹയർ പർച്ചേസ്, പക്ഷേ ഹയർ പർച്ചേസിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ ഹയർ പർച്ചേസ് നോക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിച്ചിരിക്കുന്നത് സീഷർ ഓഫ് ഗുഡ്സ് ബൈ ഹയർ വെണ്ടർ ഗുഡ്സ് സീസ് ചെയ്യുമ്പോൾ ഏത് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ബാലൻസ് ഉണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ടിലേക്കാണ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഹയർ പർച്ചേസിനകത്തുനിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? ഹയർ പർച്ചേസിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ അതും നോക്കണം. ആ ഏരിയയും ഇമ്പോർട്ടൻ്റ് ആണ്, കവർ ചെയ്യണം. അടുത്ത എമൗണ്ട് കളക്റ്റഡ് ബൈ എ കമ്പനി ആസ് സെക്യൂരിറ്റി പ്രീമിയം. ഇത് കമ്പനീസ് അക്കൗണ്ട് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുള്ളതാണ്. കമ്പനി സെക്യൂരിറ്റി പ്രീമിയമായി കളക്ട് ചെയ്ത എമൗണ്ട്, അതായത് 10 രൂപയുടെ ഷെയർ 12 രൂപയ്ക്കാണ് കമ്പനി വിൽക്കുന്നതെങ്കിൽ ആ 2 രൂപ സെക്യൂരിറ്റി പ്രീമിയം എക്സ്ട്രാ എമൗണ്ട് കളക്റ്റഡാണ്. ഈ 2 രൂപ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഓരോ ഷെയറിലും കളക്ട് ചെയ്യുന്ന സെക്യൂരിറ്റി പ്രീമിയം എന്തിനൊക്കെ ഉപയോഗിക്കാം? ഇഷ്യൂ ഓഫ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയറിന് ഉപയോഗിക്കാൻ പറ്റുമോ? ബോണസ് ഷെയർ ഇഷ്യൂവിന് ഉപയോഗിക്കാൻ പറ്റുമോ? പ്രിലിമിനറി എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുമോ? കമ്പനിയുടെ തന്നെ ഷെയറുകൾ ബൈബാക്ക് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുമോ? ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ? ആൻസർ ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. കാരണം കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 52-ൽ പ്രത്യേകം പറയുന്നുണ്ട് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ചെയ്യുന്ന ക്യാഷ് എന്തിനൊക്കെ ഉപയോഗിക്കാം. അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് ദ ആൻസർ. ഓൾ ഓഫ് ദ എബോവ് ഈസ് ദ ആൻസർ. ഡി ഈസ് ദ ആൻസർ. ക്ലിയർ ആണോ? യെസ്. ഓക്കെ. സോ അത്രയും ഡെപ്തായിട്ട് പഠിക്കണം കമ്പനി അക്കൗണ്ട്സ്. അതിനകത്തൊന്ന് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ. അടുത്തത് കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കുന്ന കോസ്റ്റ് എന്തിനു വേണ്ടി? കോസ്റ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി, റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കുന്ന കോസ്റ്റ്, അതിനെ എന്തെന്ന് വിളിക്കാം? അതിനെ വിളിക്കുന്ന പേരാ സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ക്ലിയർ ആണോ? സ്റ്റാൻഡേർഡ് കോസ്റ്റ്. എന്താ സ്റ്റാൻഡേർഡ് കോസ്റ്റ്? ഒരു പ്രീ എസ്റ്റാബ്ലിഷ്ഡ് കോസ്റ്റാണ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റികൾക്ക് വേണ്ടി.
ഇത്രയുമാകും സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ആക്ച്വൽ പെർഫോമൻസ് എത്രയാണെന്ന് നോക്കും. രണ്ടും തമ്മിൽ വേരിയൻസ്, അതായത് വ്യത്യാസം. സ്റ്റാൻഡേർഡ് ഇത്ര സെറ്റ് ചെയ്തു, ആക്ച്വൽ പക്ഷേ അതിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നുണ്ടെങ്കിൽ വ്യതിചലനത്തിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ പ്രോപ്പറായിട്ട് പഠിക്കും. ക്ലിയർ ആണോ? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന നിങ്ങളുടെ മൊഡ്യൂളിനകത്ത് വരുന്ന ഒരു പാർട്ടാണത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതിനകത്ത്. ഡിവിഡൻഡ് ഡിക്ലയർഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടർ ഇൻ ബിറ്റ്വീൻ 2 ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഈസ് നോൺ ആസ്. 2 ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിനിടയ്ക്ക്, അതായത് ഒരു വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും, അതായത് ആ വർഷത്തെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടുന്നതിന് മുന്നേ. ഓക്കെ ആണോ? കഴിഞ്ഞ വർഷത്തെ മീറ്റിംഗ് കഴിഞ്ഞു, ഈ വർഷത്തെ മീറ്റിംഗ് ആയിട്ടുമില്ല, ഇതിനിടയ്ക്ക് വെച്ച് എന്ത് ചെയ്തു? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു. അങ്ങനെ ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡ് ഏതെന്ന് വിളിക്കാം? ഇൻ്ററിൻ ഡിവിഡൻഡ് എന്നാണ് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഇൻ്ററിൻ ഡിവിഡൻഡ്. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. സോ ഡിവിഡൻറ്റും ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട ഏരിയാസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ ആണോ? യെസ്. നിങ്ങളുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനകത്താണ്, മാനേജ്മെൻറ്റ് എന്ന മൊഡ്യൂളിനകത്താണ് നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കുന്നത് ഡിവിഡൻറ്റുമായി ബന്ധപ്പെട്ട പോളിസീസും കാര്യങ്ങളൊക്കെ, ഡിവിഡൻറ്റുമായി ബന്ധപ്പെട്ട തിയറീസും ഒക്കെ പഠിക്കും. സോ ആ ഏരിയാസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും. ഇത് അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിവിഡൻഡ് എന്ന് പറയുന്ന ഏരിയയിൽ. ഇത് കമ്പനി അക്കൗണ്ട്സിനകത്ത് വരുന്നതാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനകത്താണ് കുറച്ചുകൂടെ ഡീറ്റെയിൽഡായി ഇതിനെപ്പറ്റി പഠിക്കുന്നത്, വിച്ച് ഈസ് യുവർ മൊഡ്യൂൾ 2 നിങ്ങളുടെ സിലബസ് പ്രകാരം. അടുത്തത് അതും കമ്പനി അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടതാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. ചോദിച്ചിരിക്കുന്ന ചോദ്യം, നെറ്റ് അസറ്റ് 85,000 രൂപയുടെ അസറ്റാണ് ഉള്ളത്, അതായത് അസറ്റ് മൈനസ് ലൈബിലിറ്റി. നെറ്റ് അസറ്റ് 85,000 രൂപ വിലയുള്ള അസറ്റാണ് ഉള്ളത് ആ കമ്പനിക്ക്. ഓക്കെ ആണോ? പക്ഷേ കമ്പനിയുടെ ഷെയർ എല്ലാം നിങ്ങൾ മേടിച്ചപ്പോൾ 1,00,000 രൂപയാണ് നിങ്ങൾ പേ ചെയ്തത്. അതായത് 85,000 നെറ്റ് അസറ്റ് ഉള്ള ആ ഒരു വർത്തുള്ള ആ ഒരു സാധനത്തിന് നിങ്ങൾ എക്സ്ട്രാ പേ ചെയ്തു, 1,00,000 രൂപ പേ ചെയ്തു. വെൻഡേഴ്സ് ആർ ഇഷ്യൂഡ് ഫുള്ളി പെയ്ഡ് ഷെയർ ഓഫ് റുപ്പീസ് 1,00,000. 1,00,000 രൂപയുടെ ഫുള്ളി പെയ്ഡ് ഷെയറാണ് ഇഷ്യൂ ചെയ്തത്. പക്ഷേ ആ ഷെയറിൻ്റെ ആ ആ ഷെയറുമായി ബന്ധപ്പെട്ട നെറ്റ് അസറ്റിൻ്റെ വെർത്ത് 85,000 രൂപയേ ഉള്ളൂ. അതായത് 15,000 രൂപ എക്സ്ട്രാ പേ ചെയ്തു. അതെവിടെ കൊണ്ട് ഡെബിറ്റ് ചെയ്യും? ക്ലിയർ ആണോ? അപ്പോൾ 85,000 കൊടുത്താൽ മതിയായിരുന്നു, എക്സ്ട്രാ 15,000 കൂടെ കൊടുത്തു. ഇങ്ങനെ കൊടുത്താൽ ഇത്രയും കൊടുത്താൽ മതിയായിരുന്നു, അതിൽ കൂടുതൽ കൊടുത്തു എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ ആ എക്സ്ട്രാ പേയ്മെൻറ്റ് എപ്പോഴും ഗുഡ് വില്ലിന് വേണ്ടി കൊടുത്തു എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. ആ എക്സ്ട്രാ 15,000 ആ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ കാരണമാണ് കൊടുത്തത് എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഗുഡ് വില്ലാണ് റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗുഡ് വിൽ അക്കൗണ്ടിലേക്കാണത് പോകുന്നത്. ക്ലിയർ ആണോ? ഗുഡ് വിൽ അക്കൗണ്ടിലേക്കാണത് പോകുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. അടുത്തത് ബാലൻസ് ഇൻ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട്. ഇത് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന പോർഷനിൽ നിന്നാണ്, കമ്പനി അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് വരുന്നതാണ്. ഫോർഫീച്ചർ അക്കൗണ്ടിൽ ബാലൻസ് റീ ഇഷ്യൂവിനൊക്കെ ശേഷം കമ്പനി ഷെയർ ഫോർഫീറ്റ് ചെയ്യുന്നു, ഷെയർ ഹോൾഡേഴ്സ് ഡിഫോൾട്ട് നടത്തിയതുകൊണ്ട് ഈ ഫോർഫീറ്റ് ചെയ്ത ഷെയർ കമ്പനി റീ ഇഷ്യൂ ചെയ്യും. റീ ഇഷ്യൂ ചെയ്തതിന് ശേഷം ഫോർഫീച്ചർ അക്കൗണ്ടിൽ ബാലൻസ് പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? അത് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ക്ലിയർ ആണോ? അത് ക്യാപിറ്റൽ റിസർവിലേക്കാണ് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? യെസ്. ക്ലാസ് 12ൻ്റെ അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ പോർഷനിലാണിത് വരുന്നത്. അതാണ് എന്ത്? ഷെയർ ഫോർഫീച്ചർ എന്ന ടോപ്പിക്കാണ് വരുന്നത്. ഓക്കെ ആണോ? ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. ഓക്കെ അല്ലേ? യെസ്. CA ഫൗണ്ടേഷനിലും ഈ സെയിം മൊഡ്യൂളുണ്ട്, ഷെയർ ഫോർഫീച്ചർ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഭാഗമാണ്, അതാണ് എന്തെന്ന് പറയുന്നത്, സോഴ്സ് എന്ന് പറയുന്നത്. സോ ആ ഒരു പോർഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ക്ലിയർ ആണോ? A right of one person to satisfy a claim against another by holding or retaining the possession of others' property is termed as. ക്ലിയർ ആണോ? അതായത് എനിക്ക് ക്ലെയിം ഉണ്ട് മറ്റൊരാളുടെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ. ക്ലിയർ ആണോ? അല്ലെങ്കിൽ എനിക്ക് മറ്റൊരാൾ പൈസ തരാനുണ്ട്, അയാളുടെ പ്രോപ്പർട്ടി അയാൾ പൈസ തരുന്നത് വരെ ഞാൻ പിടിച്ചു വെക്കുന്നു. ആ റൈറ്റിനെ വിളിക്കുന്ന പേരെന്ത്? ആ റൈറ്റിനെ വിളിക്കുന്ന പേരാണ് ലീൻ എന്ന് പറയുന്നത്. ലീൻ. ഹയർ പർച്ചേസിലൊക്കെ പ്രധാനമായിട്ടും നമ്മളിതിനെപ്പറ്റി പഠിക്കാറുണ്ട്. ക്ലിയർ ആണോ? യെസ്. സോ എക്സ്പ്ലനേഷൻ, ലീൻ ഈസ് ദ ലീഗൽ റൈറ്റ് ടു റീറ്റെയിൻ പൊസഷൻ ഓഫ് അനദേഴ്സ് പ്രോപ്പർട്ടി until a debt owned by that person is discharged. പ്രധാനമായിട്ടും ബിസിനസ് ലോ എന്ന പോർഷനകത്താണ് ഇതൊക്കെ വരുന്നത്. ബിസിനസ് ലോ എന്ന പോർഷനകത്ത് കോൺട്രാക്ട് ആക്ടിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ലീനുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസും ഒക്കെ പഠിക്കുന്നത്. ബെയിൽമെൻറ്റ് ആൻഡ് പ്ലെഡ്ജ് എന്ന് പറയുന്ന പോർഷനിലാണ് CA ഫൗണ്ടേഷൻ ബിസിനസ് ലോ എന്ന പേപ്പറുണ്ട്, അതിനകത്ത് പഠിക്കുന്നത്. ക്ലിയർ അല്ലേ? യെസ്. സോ ഈ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്.
സോ ആ ഒരു പോർഷൻ നോക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത് ഡിബഞ്ചർ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ ആഫ്റ്റർ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, ഡിബഞ്ചറിൻ്റെ പൈസ എല്ലാം പേ ചെയ്തതിന് ശേഷം, റിഡംഷൻ എന്ന് പറഞ്ഞാൽ റീപേയ്മെൻറ്റ്, റീപേ ചെയ്തതിന് ശേഷം ഡിബഞ്ചർ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് പ്രോപ്പറായിട്ട് നമ്മളുടെ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് കമ്പനി അക്കൗണ്ട്സിലെ ഡിബഞ്ചർ എന്ന് പറയുന്ന ഒരു പാർട്ടിനകത്താണ് ഇത് വരുന്നത്. ഓക്കെ അല്ലേ? സോ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ദ ഷെയർസ് ഇഷ്യൂഡ് ആസ് പാർട്ട് ഓഫ് ക്യാപിറ്റലൈസേഷൻ ഓഫ് റിസർവ്. നമുക്ക് റിസർവ് ഉണ്ട്, കരുതൽ ധനമുണ്ട്, അത് കുറച്ചധികമായി എന്ന് നമുക്ക് തോന്നുന്നു. കുറച്ച് റിസർവിനെ നമുക്ക് ക്യാപിറ്റലാക്കി മാറ്റണം, ക്യാപിറ്റലൈസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയറിനെ വിളിക്കുന്ന പേരെന്ത്? ഈ പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി മാത്രം ഇഷ്യൂ ചെയ്യുന്നതാണ് ബോണസ് ഷെയർ എന്ന് പറയുന്നത്, അതായത് ക്യാപിറ്റലൈസേഷൻ ഓഫ് റിസർവ്. അതിനുവേണ്ടി ഇഷ്യൂ ചെയ്യുന്നതാണ് ബോണസ് ഷെയർ. ബോണസ് ഷെയർ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യമേ പഠിക്കുന്ന അതാണ്, ക്യാപിറ്റലൈസേഷൻ പർപ്പസിന് വേണ്ടിയിട്ട്. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ട് കമ്പനിക്ക് എക്സ്ട്രാ വരുമാനം ഒന്നും കിട്ടുന്നില്ല, ഓൾറെഡി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ആയിട്ട് ഷെയർ വീണ്ടും ഇഷ്യൂ ചെയ്യുക. അതുകൊണ്ടുള്ള ഒരേ ഒരു ഗുണം, റിസർവിനെ എന്താക്കി മാറ്റാം? ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫുള്ളി പെയ്ഡ് ആയിട്ടാണ് ബോണസ് ഷെയർ കൊടുക്കുന്നത്. സോ റിസർവ് ക്യാപിറ്റലൈസ്ഡ് ആകും. നമ്മളുടെ ഒരു ലൈബിലിറ്റി ആയിട്ടുള്ള റിസർവ് ക്യാപിറ്റലായിട്ട് മാറും. ക്ലിയർ ആണോ? ഇക്വിറ്റി ക്യാപിറ്റലായിട്ട് മാറും. സോ ബോണസ് ഷെയർ എന്നുള്ളതാണ് ആൻസർ. ഓക്കെ അല്ലേ? ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് തന്നെയുണ്ട് ചാപ്റ്റർ 12 അക്കൗണ്ടൻസിയിൽ. ഇനി ലോസ് സഫേർഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ബിസിനസ് ടു ദ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഷുഡ് ബി ഡെബിറ്റഡ് ടു. ഇത് കമ്പനി ഇൻകോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. കമ്പനി അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട തന്നെ ഒരു പോർഷനാണ്. സോ കമ്പനി ഇൻകോർപ്പറേഷനും ഇമ്പോർട്ടൻ്റാണ്. കമ്പനിയെ നമ്മൾ അക്വയർ ചെയ്തു, മേടിച്ചു, പക്ഷേ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ആയിട്ടില്ല. ഇൻകോർപ്പറേറ്റഡ് ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ROCന്ന് ലഭിച്ചിട്ടില്ല. ഇതുവരെ എന്തെങ്കിലും എക്സ്പെൻസ് ആയാൽ അത് നമ്മൾ എവിടെ കാണിക്കണം? അത് കാണിക്കേണ്ടത് P&L അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. നമ്മുടെ P&L അക്കൗണ്ടിലാണ് അത് കാണിക്കേണ്ടത്. സോ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി എന്ന് പറയുന്ന ഒരു ടോപ്പിക് CA ഫൗണ്ടേഷനിൽ ഇത് പഠിക്കുന്നുണ്ട്. ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനി നിങ്ങളുടെ മൊഡ്യൂൾ 1 കമ്പനി അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ് വ്യക്തമായി തന്നിട്ടുണ്ട്. കമ്പനി അക്കൗണ്ട്സിൻ്റെ പോർഷൻസ് തന്നിട്ടുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട് ഡീപ്പായിട്ട് പഠിക്കണമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണോ? സോ വളരെ ഇൻഡെപ്ത് ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത്, അല്ലാതെ ജസ്റ്റ് ഡയറക്റ്റ് സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് അല്ല. കമ്പനി അക്കൗണ്ട്സ് ഒരു വൈഡ് ഏരിയയാണ്. ഇഷ്യൂ ഓഫ് ഷെയർസ്, ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ, ഇതുപോലെ ഫോർഫീച്ചർ, ഇതുപോലെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരും. അതിനകത്ത് നിന്ന് എല്ലാം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? അടുത്തത്, നിങ്ങളുടെ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ നിങ്ങൾ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ആരുടെ പെർമിഷനാണ് എടുക്കേണ്ടത്? ക്ലിയർ ആണോ? സെൻട്രൽ ഗവൺമെൻറ് എടുക്കണോ, കോർട്ടിൻ്റെ എടുക്കണോ, സെബിയുടെ എടുക്കണോ, എല്ലാവരുടെയും എടുക്കണോ? ആൻസർ കോർട്ടിൻ്റെ എന്നുള്ള. കോർട്ട് എന്ന് പറയുന്നത് ട്രിബ്യൂണൽ എന്നാണ് കറക്റ്റ് ആൻസർ. ട്രിബ്യൂണലിൻ്റെയാണ് എടുക്കേണ്ടത്. ആസ് പെർ സെക്ഷൻ 66 ഓഫ് കമ്പനീസ് ആക്ട് 2013, റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ റിക്വയർ അപ്രൂവൽ ബൈ ട്രിബ്യൂണൽ. ക്ലിയർ അല്ലേ? യെസ്. സെബിയുടെ പെർമിഷൻ ഇസ് നോട്ട് നീഡഡ്. ക്ലിയർ ആണോ? അൺലെസ് ഇറ്റ്സ് എ ലിസ്റ്റഡ് കമ്പനി. ലിസ്റ്റഡ് കമ്പനിയാണെങ്കിൽ സെബിയുടെ പെർമിഷനും വേണം. അല്ലാത്ത പക്ഷം ട്രിബ്യൂണലാണ് തീരുമാനിക്കേണ്ടത് ഷെയർ ക്യാപിറ്റൽ കുറയ്ക്കാൻ അനുവാദം നൽകേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. അടുത്തത്, പ്രിലിമിനറി എക്സ്പെൻസ് ആർ ട്രാൻസ്ഫേർഡ് ബൈ ദ വെൻഡർ കമ്പനി അറ്റ് ദ ടൈം ഓഫ് അബ്സോർപ്ഷൻ ടു. അബ്സോർപ്ഷൻ്റെ സമയത്ത് പ്രിലിമിനറി എക്സ്പെൻസ് വെൻഡർ കമ്പനി, അതായത് മറ്റൊരു കമ്പനി അബ്സോർബ് ചെയ്യുന്നു, ആ അബ്സോർപ്ഷൻ്റെ സമയത്ത് വെൻഡർ കമ്പനി എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? റിയലൈസേഷൻ അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അമാൽഗമേഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. കമ്പനി അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടതാണ് അമാൽഗമേഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ക്ലിയർ ആണോ? സോ ആ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ ആ ഏരിയയും ഫോക്കസ് ചെയ്ത് പഠിക്കണം. അടുത്തത്, ഇൻഷുറൻസ് എന്ന പോർഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇൻഷുറൻസും ഇമ്പോർട്ടൻ്റ് ആണ്. സിലബസിൽ സ്പെസിഫിക്കലി പറയുന്നില്ലെങ്കിലും ഇൻഷുറൻസിൽ നിന്നും ചോദ്യം വന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പോളിസി മെച്ചുറിങ് ഓൺലി ഓൺ ദ ഡെത്ത് ഓഫ് ദ ഇൻഷേർഡ് ഈസ് ടേംഡ് ആസ്. ഇൻഷേർഡ് മരിക്കുമ്പോൾ മാത്രം മെച്യൂർ ആകുന്ന പോളിസി എന്ന് വിളിക്കാം ഹോൾ ലൈഫ് പോളിസി എന്ന് വിളിക്കാം. ഹോൾ ലൈഫ് പോളിസി. ക്ലിയർ ആണോ? യെസ്. അടുത്തത്, റിവിഷണറി ബോണസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിവിഷണറി ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോളിസി മെച്യൂർ ആകുന്ന സമയത്ത് കൊടുക്കുന്ന ബോണസിനെയാണ് റിവിഷണറി ബോണസ് എന്ന് വിളിക്കുന്നത്. സോ എ ആണ് ആൻസർ. ക്ലിയർ അല്ലേ? ഇതൊക്കെ ലൈഫ് ഇൻഷുറൻസ് പോളിസികളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് ക്ലെയിംസുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സ് ആണ്. ക്ലിയർ ആണോ? യെസ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഷുറൻസ് എന്ന ഒരു ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടപ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്?
ഈ ഏരിയകളൊക്കെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും. ക്ലിയർ ആണോ? കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇതിനകത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. സോ സിലബസ് നമ്മൾ കവർ ചെയ്യണം, പ്ലസ് ഈ ഏരിയകളും കൂടെ നമ്മൾ കവർ ചെയ്യണം. അതിനുവേണ്ടി KFC അസിസ്റ്റൻ്റ് ഫോക്കസ് ബാച്ച് ടെക് PSC ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ടോപ്പിക്സ് എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്ത് സിലബസ് ഫുൾ കവറേജ് പ്ലസ് ഇങ്ങനത്തെ അഡീഷണൽ ടോപ്പിക്സ് ഉൾപ്പെടെയുള്ള അതിൻ്റെ നോട്ട്സും കാര്യങ്ങളും വ്യക്തമായിട്ട് ഈ ഒരു ബാച്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസും കിട്ടും. എല്ലാ നോട്ട്സും PDF ഫോർമാറ്റിലും കിട്ടും. മെൻറ്റർഷിപ്പ് സപ്പോർട്ടും അതുപോലെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയുള്ള സപ്പോർട്ടും ഉണ്ടായിരിക്കും. പിന്നെ ടോപ്പിക് വൈസ് എക്സാംസും ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസും ഈ ഒരു പാക്കേജിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ അല്ലേ? സോ ഇതുപോലെ ഇനിയും വരുന്ന സെഷൻസിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രോപ്പറായിട്ട് ബാക്കി ക്വസ്റ്റ്യൻസും ഏതൊക്കെ മേഖലയിൽ നിന്നാണ് വന്നതെന്ന് സോഴ്സ് ഇതുപോലെ ഡിസ്കസ് ചെയ്യും KFCയുമായിട്ട് ബന്ധപ്പെട്ട്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഏതൊക്കെ ഏരിയയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. സോ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ അടുത്ത ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത ഒരു വീഡിയോയിൽ ബാക്കി ടോപ്പിക്സുമായിട്ട് ബാക്കി ക്വസ്റ്റ്യൻസിൻ്റെ സോഴ്സ് ഡിസ്കഷനുമായിട്ട് കാണാം. അതുവരെ താങ്ക് യു സോ മച്ച്.